അമ്മുവും വാസുദേവനും കുട്ടികളും തിരികെ പോയി. വന്ന ബന്ധുജനങ്ങളിൽ നങ്ങ പറഞ്ഞ മാളുവേട്ടത്തി മാത്രം പോയില്ല. ഒന്നാമതേ പാറു വളരെ ക്ഷീണിതയാണ്. അകമ്പണിക്ക് മാളു വളരെ മിടുക്കിയുമാണ്. അവരെ വിവാഹം ചെയ്തയച്ചിട്ടില്ല എന്ന് നങ്ങ ഓർത്തെടുത്തു. അല്പം മുന്നിലേക്ക് കൂനി നടക്കുന്ന മാളുവേട്ടത്തി പരദൂഷണം പറയുന്നതിൽ ഒട്ടും പിറകിലല്ല. എങ്കിലും തൻ്റെ പാറുവിന് തുണയായി കുറച്ച് ദിവസം നിന്നോട്ടെ. നങ്ങ അങ്ങനെ ചിന്തിച്ചു. നങ്ങ ഇളയ കുട്ടിയെയും തോളിലിട്ട് അല്പം അടക്ക പെറുക്കിയെടുക്കാൻ എന്നു കരുതി തൊടിയിലേക്ക് നടന്നു. പാറു മേക്കഴുകി സന്ധ്യസമയത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. കൂടെ മാളുവേട്ടത്തിയും ഉണ്ടായിരുന്നു. അവർ അവളോട് കുശലം ചോദിച്ചു. ഇതിപ്പോൾ എത്രയും മാസമായത്? 3 മാസം കഴിഞ്ഞു. പാറു തിരികെ മറുപടി നൽകി. അവർ ഒന്നമർത്തി മൂളി. അവൾ മാധവന് വേണ്ടി ഭക്ഷണം എടുത്ത് അടച്ചു വെച്ചു. പരമൻ അത് നോക്കി നിൽക്കെ അയാൾക്ക് ഇത്തിരി ദേഷ്യവും കുശുമ്പും തോന്നി. തനിക്കു തരുന്നതിന് മുൻപ് തന്നെ ഇവൾ മാമയ്ക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നു. അവൻ മൂടി തുറന്ന് ഭക്ഷണം എന്തൊക്കെയെന്ന് നോക്കി. ചൂടുചോറും കറികളും പപ്പടം, വറുത്തുപ്പേരി, ഉപ്പിലിട്ട മാങ്ങ. അയാൾക്ക് മാധവനോട് തീർത്താൽ തീരാത്ത പക തോന്നി. അയാൾ പാർക്കുട്ടി കാണാതെ അവിടെ ഇരുന്ന കഞ്ഞിവെള്ളം അതിലേക്ക് കോരിയെടുത്ത് ഒഴിച്ച് പഴയതുപോലെ മൂടി അടച്ചു വെച്ചു. പാറുക്കുട്ടി അത് കാണുകയുണ്ടായിരുന്നില്ല. ഇക്ക് തന്നിട്ട് ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി. പരമൻ ദേഷ്യഭാവത്തിൽ പാറുവിനെ നോക്കി. കുട്ടികൾ കിടന്ന് ബഹളം വയ്ക്കുന്നു. ചെറിയ കുട്ടി തൻ്റെ വോയിൽ സാരിയിൽ പിടിച്ചു തൂങ്ങി എടുക്കാൻ കരയുന്നുണ്ട്. പാറുവിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. തന്നെ ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. താൻ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം സഹിക്കുന്നത്? മനസ്സിലാക്കാത്ത ഭർത്താവ്, ഒരു കാപട്യവും അറിയില്ലാത്ത തൻ്റെ കുട്ടികൾ. എവിടേക്കെങ്കിലും പോയി തലയൊളിക്കാൻ അവൾക്ക് തോന്നി. പരമനുള്ള ഭക്ഷണം അവൾ മേശപ്പുറത്ത് എടുത്തു വെച്ച് മൂത്ത കുട്ടിക്കുള്ള ഭക്ഷണവും കൊടുത്ത് ചെറിയ കുട്ടിയെ ഒക്കത്തെടുത്ത് മാധവനുള്ള ഭക്ഷണം എടുത്ത് അയാളുടെ സമീപത്തേക്ക് നടന്നു. പുറപ്പെടും മുൻപ് പരമൻ കുറച്ച് ശബ്ദത്തിൽ പാറുവിനോടായി പറഞ്ഞത് ഇങ്ങനെ: അധിക നേരം അവിടെ ഇരിക്കേണ്ടതില്ല കേട്ടോ, വേഗം പോരണം. പാറു അത് കേട്ടതായി ഭാവിച്ചില്ല. മാധവന് പാറുവിനോട് പരാതികളെ പറയുവാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരെ കാത്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്? നിനക്ക് അല്പനേരമെങ്കിലും ഇവിടെ വന്ന് ഇരുന്നുകൂടെ? പാറു നിശബ്ദം അത് കേട്ടു നിന്നു. ഭക്ഷണം വിളമ്പാൻ പാത്രത്തിൻ്റെ മൂടി തുറന്നു. അവൾ സ്തബ്ധയായി. പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം കഞ്ഞിവെള്ളം, കറികളെല്ലാം അതിൽ മൂടിപ്പോയിരിക്കുന്നു. അയ്യോ, ആരാ ഇത് ചെയ്തതെന്ന് എനിക്ക് നിശ്ചയമില്ലല്ലോ. കുട്ടികളിങ്ങനെ ചെയ്യുമോ? മാധവനും അത് കണ്ട് അന്തം വിട്ടുപോയി. ഞാൻ വേറെ ഭക്ഷണം എടുത്തു കൊണ്ടുവരാം. അവൾ സങ്കടത്തിലായി. അത് വേണ്ട, ഇതിന് മതി. മാധവൻ സംഭവത്തിന് അല്പ ലാഘവത്വം നൽകാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്കും സങ്കടം വന്നിരുന്നു. ആരായിരിക്കാം ഈ നീചകൃത്യം ചെയ്തത്? ഒരുപക്ഷെ കുട്ടികളായിരിക്കുമോ? അതോ തന്നോടുള്ള ദേഷ്യത്തിൽ പരമൻ ചെയ്തതായിരിക്കുമോ? വീണ്ടും വീണ്ടും സംശയങ്ങൾ ഓരോന്നായി അയാളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. പോയി ഒരു 10 നിമിഷങ്ങൾക്കകം തന്നെ പാറു തിരികെ വന്നു. തിരികെ വരുമ്പോൾ അവളുടെ കയ്യിൽ കുട്ടിയുണ്ടായിരുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് പാറുവിനുള്ള ഭക്ഷണം മാത്രമേ കലത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ മുഖം വാടിയിരുന്നു. മാധവന് എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവൾക്ക് തോന്നി. താൻ അത്താഴം കഴിച്ചുവോ? അവൾ കഴിച്ചുവെന്ന് തലയാട്ടി. എങ്കിലും അത് ഒറ്റയ്ക്ക് കഴിക്കാൻ മാധവന് തോന്നിയില്ല. അയാൾ അവളെ അത് കഴിക്കുന്നതിനായി പ്രേരിപ്പിച്ചു. മാധവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പകുതി ഭക്ഷണം മേശയ്ക്കിരുവശത്തുമിരുന്ന് ഇരുവരും കഴിച്ചു. പാറുവിന് തൻ്റെ മനസ്സിനെ അല്പം ശകാരിക്കേണ്ടതായി വന്നു.